ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുമരാമത്തിലും നടപടി 31 പേരെ സസ്പെൻഡ് ചെയ്തു. 18% പലിശ സഹിതം അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കണം. വകുപ്പിൽ 47 പേർ അനധികൃതമായി തുക കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ 31 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ തട്ടിച്ച തുക അത് പലിശ സഹിതം തിരിച്ച് പിടിക്കാനുമുള്ള നീക്കത്തിലേക്കും കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, ക്ഷേമ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാരെ പല വകുപ്പുകളും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ പൊതുമരാമത്ത് വകുപ്പ് കൂടി നടപടികളിലേക്ക് കടക്കുകയാണ്. 31 സർക്കാർ ജീവനക്കാർക്കെതിരെയാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആകെ 47 ജീവനക്കാർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇതിൽ 15 പേർ മറ്റു വകുപ്പുകളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഒരു ജീവനക്കാരൻ വിരമിക്കുകയും ചെയ്തു. ഇതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 31 ജീവനക്കാർക്കെതിരെയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നടപടി വന്നിരിക്കുന്നത്. 31 പേരെയും സസ്പെൻഡ് ചെയ്യുന്നു. സർക്കാരിൻ്റെ ചട്ടങ്ങളുടെ ലംഘനമാണ്, സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ 18% പലിശയടക്കം ഈ തുക ജീവനക്കാരിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നും ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വ്യക്തമാണ്, 31 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.